മാഡ് മാക്സ്. ബോസ് രക്ഷിക്ക, ഞാനിതിനകത്ത് കുടുങ്ങി പോയി. എന്നെ പുറത്തേക്ക് ഇറക്ക്. മിഷൻ സക്സസ്ഫുൾ ടിംബക്ടു. ദേവി ഇതെന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കുമോ? നീ പുറത്തേക്ക് വരേണ്ട ഒരു കാര്യമില്ല. അകത്ത് തന്നെ കിടന്നാൽ മതി. അതാണ് നല്ലത്. എത്രയും വേഗം എന്റെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യണം. ഇതുപോലെ ഈ ബബിളിനകത്ത് നീ വീറിനെ അറസ്റ്റ് ചെയ്യണം. വീറിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അതായത് നീ ബബിൾ ഗൺ കയ്യിൽ വെച്ച് ആക്ഷൻ ചെയ്യുമ്പോൾ ബബിൾസുകൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. വീറിനെ അതിനുള്ളിൽ അകപ്പെടുത്തും. ഒരുപക്ഷെ വീർ അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിന്റെ ജാക്കറ്റിനകത്ത് ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു സിൽവർ ഡോട്ട് പാഡ് എടുത്ത് നീ അവന്റെ ശരീരത്തിൽ ഒട്ടിക്കണം. പിന്നെ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അതിനുശേഷം അവൻ എന്റെ കൺട്രോളിലായിരിക്കും. അവനെ ഞാൻ അറസ്റ്റ് ചെയ്യും. നീ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഒരു സിൽവർ ഡോട്ട് എടുത്ത് നീ നിന്റെ ശരീരത്തിലും മുട്ടിച്ചേക്ക്. പിന്നെ അവന് നിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നടക്കും. വീറിന് ഈ പ്രാവശ്യം രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതിലെ ബബിൾസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അവന്റെ കയ്യിലെ ലേസർ കൊണ്ടാൽ പോലും ഇതൊന്നും പൊട്ടില്ല. He's right, boss. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എടമണ്ട, നീ എന്താ ചെയ്തത്? എടാ, ഞാൻ വീറിനെ അറസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? നിന്നെ പോലൊരു മരം മണ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. വീറിനെ അകത്താക്കാൻ പറഞ്ഞപ്പോ നീ എന്നെ അകത്താക്കിയല്ലേ? അയ്യോ അയ്യോ, രക്ഷിക്കണേ! അയ്യോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ! അയ്യോ, ഓടിക്കോ! അയ്യോ, രക്ഷിക്കണേ! ഇനി ആരും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് കണ്ടോ? ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്റെ കളി ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാനിപ്പോ എവിടെയാ? ഇതെന്താ പറക്കുന്നത്? അയ്യോ, എന്താ സംഭവിച്ചത്? രക്ഷിക്കണേ, രക്ഷിക്കണേ! ആരെങ്കിലും രക്ഷിക്കണേ! പിടിക്ക് പിടിക്ക്, പിടിക്ക്. ബണ്ടി, നിന്റെ ഈ കളി മതിയാക്കിക്കോ. അല്ലെങ്കിൽ ഞാൻ വീറിനോട് പറഞ്ഞു നിനക്ക് നല്ല പണി വാങ്ങിച്ചു തരും. മനസ്സിലാക്കിക്കോ. വീറിന്റെ പേര് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ മിസ്റ്റർ കത്തോടിനോട് പറഞ്ഞു വീറിന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. നീ നോക്കിക്കോ, അവനും അതൊരിക്കലും മറക്കില്ല. സാർ, വീരെന്റെ ഹോംവർക്ക് എഴുതിയ നോട്ടെല്ലാം കീറിക്കളഞ്ഞു. അതുപോലെ എന്റെ ടിഫിൻ എല്ലാം അവൻ കഴിച്ചു തീർത്തു. സാർ, അവൻ എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യണുണ്ട്. ഓക്കെ ഓക്കെ, നീ അവിടെ ചെന്നിരിക്കുക. വീറിനുള്ള പണിഷ്മെന്റ് ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തോളാം. വീർ, നീ ബണ്ടിയുടെ ടിഫിൻ എടുത്ത് കഴിച്ചോ? അവന്റെ ഹോംവർക്ക് നോട്ട് കീറി കളഞ്ഞോ? നീ ചെന്ന ബാക്ക് ബെഞ്ചിൽ കയറി നിൽക്കേ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിപ്പോ അപ്പൊ ഞാൻ പറയുന്നതാണോ കള്ളം? അല്ല സാർ. പോയി ആ ബെഞ്ചിൽ കയറി നിൽക്കേ. ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. ഞാൻ നോക്കട്ടെ ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ ഒരു മാജിക് വർക്കൗട്ട് ചെയ്യും. വീറിന് പണിഷ്മെന്റ് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും വീറിനെ ടച്ച് ചെയ്താൽ അവർക്ക് വീറിനോട് സഹതാപം തോന്നും. വീറിന്റെ പണിഷ്മെന്റ് അവർ ഏറ്റുവാങ്ങുകയും ചെയ്യും. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. വീർ, നീ എന്തിനാ ബെഞ്ചിൽ കയറി നിൽക്കുന്നേ? എന്താ പറ്റിയത്? സത്യം പറ, എന്താ പറ്റിയേ? കക്കട്ട് സാർ എനിക്ക് പണിഷ്മെന്റ് തന്നിരിക്ക. പക്ഷെ സത്യത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെങ്ങനെയാ സംഭവിച്ചത് വീർ? നീ വളരെ നല്ല കുട്ടിയല്ലേ. പറയൂ, നീ താഴേക്ക് ഇറങ്ങിക്കോ. നിനക്ക് പകരം ഞാൻ ഈ ബെഞ്ചിൽ കയറി നിൽക്കാം.
വേണ്ട വേണ്ട, നീ നിക്കണ്ട. അവന്റെ പണിഷ്മെന്റ് ഞാൻ ഏറ്റോളാം. നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഞാൻ നിന്നോളാം. വേണ്ട വേണ്ട, പണിഷ്മെന്റ് ഞാൻ ഏറ്റെടുത്തോളാം. മാറ്. വീറിന്റെ പണിഷ്മെന്റ് എനിക്ക് തന്നെ വേണം. വീർ, നീ ചെല്ല്. ചേടാ, എന്താ ഇതൊക്കെ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ വീറിന്റെ പണിഷ്മെന്റ് വേണ്ടാന്ന് വെച്ചോളാം. പ്ലീസ് നിങ്ങളൊന്ന് പോയിട്ടാ. നോ 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 നോ. ചേടാ, ഇത് എന്തൊരു പ്രശ്ന. ഇവിടെ ആർക്കും റിലാക്സ് ആയിട്ടൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. Roboboy suit on. താങ്ക് യു റോബോബോയ്, താങ്ക് യു. നീ എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചിരിക്കുക. നീ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോന്റെ അവസ്ഥ. ചേടാ, നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് ഒരുപാട് പവർ ഉണ്ടെന്നുള്ള ധിക്കാരോ അല്ലേ? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വീർ, നീ ഒരു കാര്യം ചെയ്യ, അങ്ങോട്ട് മാറി നിൽക്ക്. ഈ ധിക്കാരം പിടിച്ച പെഹൽവാനെ ഞാനൊരു വഴിയാക്കാം. നീ മാറി നിൽക്ക്. അവനെ നീയല്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം. ചിണ്ടു, നീയോ? അല്ല ചിണ്ടു, നീ എന്താ ഇവിടെ? വീർ, ഇതെന്റെ ഫ്രണ്ടാ ചിണ്ടു. ചിണ്ടു, ഇതാണ് വീർ, ഇമ്മിലി, പിന്നെ ചുൽബുൾ. ഇവരെല്ലാരും എന്റെ ഫ്രണ്ട്സാ. ഹായ് ചിണ്ടു, ഇന്നു മുതൽ നീയും ഞങ്ങളുടെ കൂട്ടുകാരനാണ്. പിന്നെ ചിണ്ടു, ഇപ്പൊ എല്ലാവർക്കും നിന്റെ മാജിക് പവർ കാണിച്ചതല്ലേ, ഇനി അത് മാറ്റിയേക്ക്. ഇന്നാ പിടിച്ചോ. വീർ, ഞാൻ ചിണ്ടുയുടെ കൂടെ നാടും ചുറ്റി നഗരം ചുറ്റി വന്നേക്കാം. ഞങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ടാ മീറ്റ് ചെയ്തെന്ന് അറിയാവോ? ആ പറഞ്ഞോ ചിണ്ടു. പറയേ ചിണ്ടു, നിന്റെ ആ ചാട്ട് കഴിക്കുന്ന സ്വഭാവം നിനക്ക് ഇപ്പോഴും ഉണ്ടോ? നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അന്നത്തെ പോലെ തന്നെ ഇന്നും. എനിക്ക് ഇപ്പോഴും ചാട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എത്ര തിന്നാലും കഴിച്ചോണ്ടേയിരിക്കും. അന്നത്തെ കാലം എത്ര സുന്ദരായിരുന്നല്ലേ. നമ്മളെ ദിവസം കളിക്കുമായിരുന്നു, കഴിക്കുമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ഒരുപാട് കളിക്കാം, കുട്ടി കുറുമ്പുകളൊക്കെ ചെയ്യാം. ഇനി നീ എന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവണം. പറഞ്ഞ മനസ്സിലായല്ലോ? പിന്നെ വീറിനെ കാണാൻ നീ എപ്പോഴെങ്കിലും ഒക്കെ പോയി വന്നേക്ക്. ഓക്കെ? ഇല്ലില്ല, എനിക്ക് അവിടെ നിൽക്കുന്നതാ ഇഷ്ടം. അവിടെ കിട്ടുന്ന ചാട്ട് എന്റെ മാജിക് ചാട്ടിനേക്കാളും രുചിയാന്നേ. സത്യം പറയാണെങ്കിൽ വീറില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല. എന്നാ ശരി, നീ നിന്റെ വീറിന്റെ അടുത്തേക്ക് പോയിക്കോ. എടാ ചിണ്ടു, ഞാൻ പറയുന്നു. വീർ, എന്താ ഇതൊക്കെ? നീ ഇത്രയ്ക്ക് വളർന്നതല്ലേ, എന്നിട്ട് നിന്റെ തല ചിക്കി തരാൻ അപ്പൂപ്പൻ തന്നെ വേണോ അല്ലേ? എന്ത് ചെയ്യാനാ, അപ്പൂപ്പൻ സമ്മതിച്ചല്ലേ എനിക്കത് ചെയ്യാൻ പറ്റൂ. ഇതാ മോനെ വീർ, പോയി ഇതൊക്കെ കഴിക്കണം കേട്ടോ. അപ്പൂപ്പ മതിയാക്ക്, ഞാൻ റോബോട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എന്റെ പൊന്നു മോനാ. അത്രേ ഉള്ളൂ. ബൈ, ഓൾ ദ ബെസ്റ്റ്. ചിണ്ടു, ചുൽബുൽ, നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ഇത് സ്കൂളിന്റെ ട്രിപ്പാണ്, മനസ്സിലായല്ലോ? ഓക്കെ വീർ, ഞങ്ങൾ അവിടേക്ക് വരികയില്ല. ഞങ്ങൾ ഇൻവിസിബിൾ ആയിട്ടേ വരുവുള്ളൂ, അല്ലേ ചുൽബുൾ? വീർ പറഞ്ഞാൽ നമ്മളത് ചെയ്തല്ലേ പറ്റൂ. ഇവര് രണ്ടുപേരും ഒരിക്കലും നന്നാവില്ല. സ്റ്റുഡൻസ്, ആദ്യം എല്ലാവരും ഊഞ്ഞാൽ അടിക്കൊള്ളൂ. അതിനുശേഷം നമുക്ക് എയർഫോഴ്സിന്റെ പ്ലെയിനകത്തേക്ക് കയറാം. ഓ, അപ്പൊ വീർ എയർഫോഴ്സിന്റെ പ്ലെയിനിൽ കയറി കറങ്ങാൻ വന്നിരിക്കുകയാണല്ലേ? നല്ല ചാൻസ് ആണല്ലോ. ഇതിപ്പോൾ തന്നെ ബോസിനെ അറിയിക്കണം.
വീർ, ഇന്ന് നിന്റെ 2 ശിങ്കിടികളെയും കാണുന്നില്ലല്ലോ. 2 ശിങ്കിടികൾ എന്ന് വെച്ചാൽ ആരെയാ നീ പറയുന്നേ? ഷടാ, നിന്റെ ആ ഡോങ്കി ചുൾബുള്ളും പിന്നെ ആ പൊണ്ണത്തടയും ചിണ്ടുവും. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്റെ മോൻ അതിനകത്തായി പോയി. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഞാൻ രക്ഷിക്കണേ. റോബോബോയ് സ്യൂട്ട് ഓൺ. ആദ്യം എന്നെ ഒന്ന് രക്ഷിക്ക്, ഞാൻ വലിയ കുട്ടിയല്ലേ. അതുകൊണ്ട് എന്നെ ആദ്യം രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. താങ്ക് യു റോബോബോയ്, നീ എന്റെ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. രക്ഷിക്കേ.